നമസ്കാരം, യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദീപുവാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രൂവ്യൂവിൻ്റെ NVRൽ മറ്റൊരു ബ്രാൻഡായ പ്രാമ ഹിക്യൂഷൻ്റെ IP ക്യാമറ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. സാധാരണ ക്യാമറയുടെ പാസ്വേഡ് യൂസർ നെയിമും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതാണ്, ഓൺ വിഫ് പ്രോട്ടോക്കോളിൽ ക്യാമറ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടുവരുന്നത് പ്രത്യേകം നെറ്റ്വർക്കിനകത്ത് പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ മാത്രമേ വേറൊരു ബ്രാൻഡിൻ്റെ ക്യാമറ നമുക്ക് മറ്റൊരു NVRലോട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ട്രൂവ്യൂ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ NVRും പ്രാമ ഹിക്യൂഷൻ്റെ IP ക്യാമറയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈവ് പ്രാക്ടിക്കൽ ഒന്ന് കണ്ടു നോക്കാം. ഇത് ട്രൂവ്യൂവിൻ്റെ ഒരു 16 ചാനൽ NVR ആണ്. അപ്പോൾ നമ്മളിന്ന് കണക്ട് ചെയ്യാൻ പോകുന്നത് പ്രാമ ഹിക്യൂഷൻ്റെ ഒരു IP ക്യാമറയാണ്. അപ്പോൾ ഇത് ഒരു PoE സ്വിച്ചിലോട്ട് കണക്ഷൻ കൊടുക്കാം. PoE സ്വിച്ചിലോട്ട് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് ടൈം എടുക്കും IP ക്യാമറ ഓണായി വരാൻ. ഇവിടെ ഇൻഡിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സെറ്റിങ്സിലോട്ട് പോവാം. വീഡിയോ മാനേജ് എന്ന് പറയുന്ന സെറ്റിങ്സിലോട്ട് പോകുമ്പോൾ നിലവിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ക്യാമറയുടെ IP വരേണ്ടതാണ്. സാധാരണ സെയിം ബ്രാൻഡ് ആണെങ്കിൽ മാത്രമാണ് ഈ മുകളിലെ പോർഷനിൽ IP അഡ്രസ്സ് ഇവിടെ കാണിക്കും. അത് നമ്മൾ പാസ്വേഡ് IP ചേഞ്ച് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുമ്പോൾ അത് താഴോട്ട് വരും. അപ്പോഴാണ് സ്ക്രീനിൽ പടം വരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രൂവ്യൂവിൻ്റെ NVR നമ്മൾ കണക്ട് ചെയ്യുന്നത് പ്രാമ ഹിക്യൂഷൻ്റെ ക്യാമറ ആയതുകൊണ്ടാണ് അതവിടെ വരാത്തത്. അപ്പോൾ ഇനി അതിന് ചെയ്യാൻ വേണ്ടി അത് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിന് ചെയ്യേണ്ടത് ഈ നെറ്റ്വർക്കിൽ തന്നെ നമ്മളൊരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ കണക്ട് ചെയ്തതിന് ശേഷം ഈ ക്യാമറയെ നേരിട്ട് ലോഗിൻ ചെയ്യണം. അതെങ്ങനെയാണ് ബ്രൗസർ വഴി എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഇത് നേരിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് ഇതിനകത്തുള്ള സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് നെറ്റ്വർക്ക് സെറ്റപ്പിൽ പോയി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ക്യാമറ കാണാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്യാമറയുടെ IP അഡ്രസ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്യാമറ ബ്രൗസർ വഴി കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏത് ക്യാമറയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ക്യാമറയുടെ IP ഫൈൻഡർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ക്യാമറയുടെ IP അഡ്രസ്സ് ഇവിടെ കാണും. ഇപ്പോൾ ഹിക്യൂഷൻ്റെ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഞാൻ SIDP ടൂളാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതിന് ഡിഫോൾട്ട് പുതിയ ക്യാമറയുടെ IP അഡ്രസ്സ് 64 ആണ്. അപ്പം ഒത്തിരി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, പുതിയ ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ 64 ആണ് അതിൻ്റെ IP അഡ്രസ്സ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഒരു ബ്രൗസർ ഓപ്പൺ ആക്കാം. അത് നിങ്ങൾക്ക് ഏത് ബ്രൗസർ വേണമെങ്കിലും ഓപ്പൺ ആക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ക്രോമാണ് എടുത്തിരിക്കുന്നത്. ഗൂഗിൾ ക്രോമിൽ ഇവിടെ അഡ്രസ് ബാറിൽ വേണം IP എൻ്റർ ചെയ്യാനായിട്ടുള്ള. ഇവിടെ താഴെ ഒരു സെർച്ച് ബാർ വരും. സെർച്ച് ബാറിൽ എൻ്റർ ചെയ്യരുത്. ഇവിടെ അഡ്രസ് ബാറിൽ ആ ക്യാമറയുടെ IP അഡ്രസ്സ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ കണ്ട 192.168.1.64 എന്നുള്ളൊരു IP ആണ്. അപ്പോൾ ഞാൻ IP അഡ്രസ്സ് കൊടുത്തപ്പോഴത്തേക്കും ഹിക്യൂഷൻ്റെ ഒരു ഹോം പേജ് വന്നു. ഇപ്പോൾ ആദ്യമായിട്ട് പുതിയ ക്യാമറയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേണം പാസ്വേഡ് കൊടുക്കാനുള്ളത്. യൂസർ നെയിം ബൈ ഡിഫോൾട്ടായിട്ട് ക്യാമറയിൽ ഉണ്ടാവും. പാസ്വേഡ് ഒരിക്കൽ കൊടുക്കണം, കൺഫർമേഷൻ ചെയ്യുക. അപ്പോഴാണ് ആ ക്യാമറയുടെ പാസ്വേഡ് സെറ്റ് ആകുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ അതിൽ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഞാനിവിടെ ലോഗിൻ ചെയ്യുവാണ്. അപ്പോൾ ക്യാമറ ഇവിടെ ലോഗിനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യാമറ ഈ വെബ് ബ്രൗസറിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡൗൺലോഡ് പ്ലഗിൻസ് എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിലൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൾ ചെയ്തിരിക്കുന്ന ക്യാമറ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കത് കാണണമെന്നില്ല. നമ്മുടെ ആവശ്യം നമുക്കിതിനെ ട്രൂവ്യൂവിൻ്റെ NVRലോട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ ട്രൂവ്യൂ അല്ല, വേറെ ഏത് NVR ആണെങ്കിലും സെയിം ബ്രാൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ സിസ്റ്റത്തിൽ കോൺഫിഗറേഷനകത്ത് ഇവിടെ ഓപ്ഷൻസ് വായിച്ച് നോക്കുക. അവിടെ ലെഫ്റ്റ് സൈഡ് താഴെയായിട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നെറ്റ്വർക്കിനകത്ത് വന്നതിന് ശേഷം അഡ്വാൻസ്ഡ് നെറ്റ്വർക്ക് സെറ്റിങ്സ് ഉണ്ട്. അവിടെ വരിക. അവിടെ മുകളിൽ FTP, ഇമെയിൽ, പ്ലാറ്റ്ഫോം ആക്സസ്, HTTP അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഇൻ്റഗ്രേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയാം. ഇവിടെ എനേബിൾ ഓപ്പൺ നെറ്റ്വർക്ക് വീഡിയോ ഇൻ്റർഫേസ്. ഈ എനേബിൾ ഓപ്പൺ വീഡിയോ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാമറയുടെ IP അഡ്രസ്സ് ആ NVRൽ റീഫ്രഷ് ചെയ്യുമ്പോൾ കാണാൻ കഴിയും. അതിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം ഈ ഒരു IP അഡ്രസ്സ് ഇതിപ്പോൾ ഞാൻ ചെയ്തതാണ്.
ഓൾറെഡി ഞാൻ ചെയ്തതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ആഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക, ഇവിടെ പാസ്വേഡ് കൊടുക്കുക, ആ പാസ്വേഡ് കൺഫേം ചെയ്യുക. അതിനുശേഷം പ്രിവിലേജ് സെറ്റ് ചെയ്യണം. ജസ്റ്റ് യൂസർ ആണോ, ഓപ്പറേറ്റർ ആണോ, അഡ്മിനിസ്ട്രേറ്റർ ആണോ എന്ന് കൊടുക്കുക. അതിനകത്ത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ തന്നെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഏതൊരു കുഴപ്പവും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തു, ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നേരെ ലൈവ് വ്യൂ, ഇത് ക്യാമറ കോൾ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് കോൺഫിഗറേഷനിൽ വരിക, ഇത് ഏത് ബ്രാൻഡിൻ്റെ NVRൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും ഇപ്പം എല്ലാ ക്യാമറയും ഇങ്ങനെ ചെയ്താൽ മാത്രമേ കഴിയത്തുള്ളൂ. മിക്കവാറും എല്ലാ ക്യാമറയും, 100% ഞാൻ പറയുന്നില്ല, മിക്കവാറും എല്ലാ ക്യാമറയും. അടുത്ത് കോൺഫിഗറേഷൻ ടിക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയും. അതിനകത്ത് നമുക്ക് നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കിനകത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉണ്ട്. അവിടെ ഇൻ്റഗ്രേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ഓപ്പൺ നെറ്റ്വർക്ക് വീഡിയോ ഇൻ്റർഫേസ് എനേബിൾ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ IP അഡ്രസ്സ് അവിടെ കാണാൻ കഴിയും. പിന്നെ അത് വ്യൂ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസർ ലിസ്റ്റിലെ ആഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം, ഒരു പാസ്വേഡ് കൊടുക്കാം, അതിൻ്റെ പ്രിവിലേജ് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗൗട്ട് ചെയ്യാം. ഇത് ചെയ്തിട്ട് നമ്മൾ വീണ്ടും NVRലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, റീഫ്രഷ് ചെയ്യുമ്പോൾ അവിടെ ഈ IP അഡ്രസ്സ് ഷോ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുമ്പോൾ നമുക്കവിടെ വ്യൂ വരും. നമ്മൾ ഈ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും അല്ല കൊടുക്കുന്നത്, നമ്മൾ നെറ്റ്വർക്ക് സെറ്റപ്പിനകത്ത് പോയിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡുമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് NVRലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് നേരെ NVRലോട്ട് വരാം. NVRനകത്ത് വീഡിയോ മാനേജ് എന്ന് പറയുന്ന സിസ്റ്റം എടുക്കുക. അവിടെ റീഫ്രഷ് കൊടുക്കുക. റീഫ്രഷ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ക്യാമറ ഇവിടെ വന്നായിരുന്നു അല്ലേ. നേരത്തെ നമുക്കിവിടെ IP അഡ്രസ്സ് കാണിക്കത്തില്ലായിരുന്നു. ഇത് വേറൊരു ബ്രാൻഡിൻ്റെ ക്യാമറ ആയതുകൊണ്ട് IP അഡ്രസ്സ് കാണിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ IP അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഓൺ വിത്ത് പ്രോട്ടോക്കോളാണ്. നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ഓൺ കൊടുത്തു. ആഡ് 1 കൊടുത്തു. അപ്പോൾ ഇവിടെ ഓതൻറ്റിക്കേഷൻ ഫെയിൽഡ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ ഫെയിൽഡ് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടിൽ പാസ്വേഡ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ യൂസർ നെയിം അഡ്മിനാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്താണോ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തത്, ഇവിടെ യൂസർ നെയിം അഡ്മിനാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നേരത്തെ നിങ്ങൾ എന്താണോ യൂസർ നെയിം കൊടുത്തത് അത് തന്നെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ആ പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം, പാസ്വേഡ് എൻട്രി ആണ്. പാസ്വേഡ് എൻട്രി ചെയ്തതിന് ശേഷം ഇവിടെ ഓതൻറ്റിക്കേഷൻ ഫെയിൽഡ് ആണ് കിടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് മാറുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ട്, കണക്ഷൻ സക്സസ് എന്നായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 9ാമത്തെ പോർട്ടിലാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ഈ ക്യാമറയാണ്. IP അഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേറൊരു ബ്രാൻഡിൻ്റെ ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. മുന്നേ ക്യാമറയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ക്യാമറയ്ക്കകത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് സെറ്റപ്പിൽ പോയിട്ട് ഒരു ഓൺവിഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓൺവിഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടാണ് ക്യാമറ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് വേറൊരു NVRൽ മറ്റൊരു കമ്പനിയുടെ IP ക്യാമറ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യണമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. മിക്കവാറും എല്ലാ NVRലും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെക്നിക്കൽ സുഹൃത്തുക്കൾക്ക് പരമാവധി വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക്